ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്ന് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇതെൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് വേണ്ട ഉള്ളിയെല്ലാം ആദ്യം തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ബിരിയാണി ഏതാണെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയാം എൻ്റെ ഉമ്മാൻ്റെ ബിരിയാണിയാണെന്ന്. പണ്ട് ഞങ്ങളെ വീട്ടിൽ അങ്ങനെ എന്നും ബിരിയാണി ഒന്നും ഉണ്ടാക്കൂല കേട്ടോ. നല്ലൊരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ പെരുന്നാളൊക്കെ ആവണം. അതുകൊണ്ട് തന്നെ ആ ബിരിയാണിക്ക് അത്രക്കും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ ഉള്ളി വാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. അത് നല്ലോണം വഴറ്റിയ ശേഷം മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല, കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ ചിക്കനിലേക്ക് മുളകും ഉപ്പും മാത്രം ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇവിടെ എല്ലാവർക്കും ബിരിയാണിയിലെ ചിക്കനേക്കാളും പൊരിച്ച ചിക്കനാട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര കുറച്ച് ചിക്കൻ എടുത്ത്. ഇനി ഇത് ഡ്രൈ ആയി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അപ്പോഴേക്കും ഉമ്മ നെയ്ച്ചോറൊക്കെ സെറ്റാക്കീനെ. ഇനി നമുക്ക് ബിരിയാണി ദമ്മിടാനുള്ള പരിപാടിയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ആദ്യം കുറച്ച് മസാല എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി മസാലയുടെ മുകളിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കളറിന് വേണ്ടി പുളിനാരങ്ങയിൽ കുറച്ച് കളർ മിക്സ് ചെയ്തതും കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മസാല അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ചോറ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ കുറച്ച് കളറും മല്ലിയിലയും പിന്നെ പൊരിച്ച ഉള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കും കേട്ടോ. ഇനി നമ്മളിവിടെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മളെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റിൽ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും തൈര് സാലഡും ചമ്മന്തിയും പിന്നെ ഉമ്മ ഇന്നലെ ഉണ്ടാക്കിയ അച്ചാറും ഒക്കെ കൂട്ടി ഞാൻ കഴിക്കാൻ പോവുകയാണ്. പെരുന്നാളിനൊക്കെ ഞാൻ എൻ്റെ വീട്ടിലില്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഉമ്മാൻ്റെ ഈ ബിരിയാണി തന്നെ ആയിരിക്കും കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. സ്വന്തം ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ അത്ര വരില്ലല്ലോ വേറൊന്നും. അപ്പം എൻ്റെ ബിരിയാണി കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.